നമസ്കാരം, നന്ദകുമാറാണ്. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഉണ്ണി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബർ പടത്തിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആളെ അബ്രഹാം മാത്യു വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അവൻ പറഞ്ഞു. ഞാൻ അവൻ്റെ റിവ്യൂവും കണ്ടിട്ടില്ല, ബാഡ് ബോയ്സ് എന്ന് പറയുന്ന പടവും കണ്ടിട്ടില്ല. പക്ഷേ പൈസ ഉള്ളതിൻ്റെ പേരിൽ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് മര്യാദയല്ല. പിന്നെ ഉണ്ണി വ്ളോഗ്സിനെ പോലത്തെ ഒരു യൂട്യൂബർ വിചാരിച്ചാൽ ഒരു സിനിമ തകരുമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾ ഭയങ്കര കോടീശ്വരനായിട്ടുള്ള അബ്രഹാം മാത്യു ഉണ്ണി വ്ളോഗ് എന്ന് പറയുന്ന ഒരാൾ ഈ വീഡിയോ ഇട്ടത് കൊണ്ടിട്ട് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം തകർന്നു പോകുമെന്ന് ഭയപ്പെടാൻ മാത്രം ഭീരുവാണോ അബ്രഹാം മാത്യു എന്ന് പറയുന്ന വ്യക്തി? അബ്രഹാം മൂവീസിൻ്റെ ഓണറാണ്. നിങ്ങൾ പൈസ ഉണ്ടാകും, നിങ്ങൾ ശ്വസിക്കുന്ന വായുവും ഉണ്ണി വ്ളോഗ് ശ്വസിക്കുന്ന വായുവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മേലോട്ട് നോക്കിയാൽ കാണുന്ന സൂര്യൻ തന്നെയാണ് ആ ചെറുക്കനും രാവിലെ മേലോട്ട് നോക്കിയാൽ കാണത്തുള്ളൂ. കാശുള്ളത് കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ പോലീസ് വരുമായിരിക്കും, പട്ടാളം വരുമായിരിക്കും, അല്ലെങ്കിൽ കുറേ ആയുധം വരുമായിരിക്കും, അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ ലൈഫ് നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഫാബ്രിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അബ്രഹാം മാത്യു ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ ഈ പറമ്പിലും നാട്ടിലെ പറമ്പിലും ഈ പറയുന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടെയൊക്കെ എഴഞ്ഞു വരുന്ന ഇഴജന്തികൾക്കൊന്നും ഉണ്ണി വ്ളോഗിനെ അറിയില്ല, അബ്രഹാമിൻ്റെ ഓണറായി അറിയാൻ പറ്റില്ല. നടന്നു പോകുന്ന വഴി ചെറിയൊരു പാമ്പ് കടിച്ചാലോ, അല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന വഴി കുഴിയിലൊന്ന് കാലുതെറ്റി വീണാലോ, അല്ലെങ്കിൽ പോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാലോ ഒക്കെ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. നിങ്ങൾ കോടികൾ മുടക്കി ഒരു പടം ചെയ്യുമ്പോൾ സൊസൈറ്റിയോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. എന്ത് കൂതരത്തരവും കാണിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു ധാർഷ്ട്യതയോട് ഒട്ടും സഹകരിക്കാൻ പറ്റത്തില്ല. ഈവൻ മലയാളി എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി സഹകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു പടം ചെയ്തു, അതൊരു ബിസിനസ് ആയിരിക്കാം. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് എന്തും കരിഞ്ചന്തയിൽ വിൽക്കുക എന്ന് പറയുന്നതല്ല. വാട്ട്സ് എ റിക്വയർമെൻറ്റ് ഫോർ അവർ സൊസൈറ്റി, അല്ലെങ്കിൽ വാട്ട്സ് എ ഡിമാൻഡ് ഫോർ അവർ സൊസൈറ്റി, അല്ലെങ്കിൽ വാട്ട്സ് എ ഇമ്പോർട്ടൻറ്റ് ഫോർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ബിസിനസ്സിൽ, അല്ലേ? ബിസിനസ്സിൻ്റെ അകത്ത് അസറ്റ്, ലയബിലിറ്റി, ഗുഡ് വില്ല് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഗുഡ് വില്ല്. അപ്പം നിങ്ങൾ ഗുഡ് വില്ലിനെ ക്രിയേറ്റ് ചെയ്താൽ യു ഹാവ് നോ പ്രോബ്ലം. നിങ്ങളുടെ പടം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒമറിൻ്റെ പടമാണ്, നമ്മൾ കണ്ടിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന സാധനമാണ്, കണ്ടിട്ടില്ല. പടം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ഇപ്പം അവൻ നിങ്ങളുടെ അത്രയും ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, കാര്യം നിങ്ങളുടെ അത്രയും കെട്ടിടങ്ങൾ അവനുണ്ടാവില്ല, നിങ്ങളുടെ അത്രയും ബിസിനസ് പോപ്പുലാരിറ്റി അവനുണ്ടാവില്ല. പക്ഷേ അവൻ്റെ ശരീരത്തിലുള്ളതും മനുഷ്യരക്തമാണ്, നിങ്ങളുടെ ശരീരത്തിലുള്ളതും മനുഷ്യരക്തമാണ്. അവിടെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് മര്യാദയല്ല. അതിൻ്റെ അർത്ഥം മര്യാദയില്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടിരിക്കുന്ന പോലത്തെ പ്രോസസ് ഈസ് നോട്ട്, അത് നമുക്കിവിടെ അലൗ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുന്നോ പോലീസോ അല്ലെങ്കിൽ ഒരു കുന്നോ ആൾക്കാർ കുറേ ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു സാധനം കൊണ്ടുവന്നാൽ നിങ്ങളുടെ സാമ്രാജ്യത്തിനേക്കാൾ വലുതാണ് ദ പബ്ലിക്. ദ പബ്ലിക്. നമ്മൾ സർക്കാർ സിനിമയ്ക്കകത്ത് വിജയ് പറയുന്നുണ്ട്, പബ്ലിക്ക് തരുന്ന പിച്ചയാണ് ബിസിനസ്സുകാരൻ്റെ പൈസ എന്നുള്ളത്. പബ്ലിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാനിസ്റ്റ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിൻ്റെ അകത്ത് കുറേ ആൾക്കാർ വന്നിട്ട് ഒരു പ്രൊഡ്യൂസറുടെ ദണ്ണം, ഒരു പ്രൊഡ്യൂസറുടെ കഷ്ടപ്പാട്, അവൻ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ കർഷകൻ ഒരു അരി ഉണ്ടാക്കാൻ എടുക്കുന്ന കഷ്ടപ്പാട് തന്നെയാണ്. മനസ്സിലായി? അതിൻ്റെ ഇൻകം കുറവാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പാടിനേക്കാളും ഉപരി എന്തിന് കഷ്ടപ്പെടണമെന്നുണ്ട്. തലയില്ലാത്ത തെങ്ങിന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് തടം വെട്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടതാ തെങ്ങേ, എനിക്ക് നിങ്ങൾ തേങ്ങ തരൂ എന്ന് പറയുന്നവനെ വിഡ്ഢി എന്നല്ലാതെ വേറൊന്നും പറയാനുണ്ടാവില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തെങ്ങിന് തലയില്ല. തെങ്ങിന് തലയില്ലാത്ത തെങ്ങിൻ്റെ ചോട്ടിൽ മേലോട്ട് നോക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ട് കുഴിയെടുത്ത് വെള്ളം കോരി ഒഴിച്ച് എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ട് തേങ്ങ കിട്ടാത്തതിന് തെങ്ങിനെ തെരുവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ തലയ്ക്ക് തെങ്ങുണ്ടോ?
എന്ന് നോക്കേണ്ട കടമ ആ കഷ്ടപ്പെടാൻ പോകുന്ന ആൾക്കാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പടത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. വാട്ട് ഇസ് എ സൊസൈറ്റി, വാട്ട്സ് എ റിക്വയർമെൻറ്റ് ഓഫ് സൊസൈറ്റി എന്നുള്ളത്. അല്ലാതെ ചുമ്മാതെ കുറേ കാശ് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ ലൈഫ് സ്പോയിലർ ആക്കുമെന്ന് പറയുന്നത് ദാറ്റ്സ് എ ഒഫെൻസീവാണ്. ദാറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്.